ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് പേജ് നോക്കിയോ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടല്ലേ, വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് സച്ച് ആസ് ലോഫ്റ്റി മൗണ്ടൻസ്, എക്സ്പാൻസീവ് പ്ലെയിൻസ്, പ്ലേറ്റ്യൂസ്, ഡെസേർട്സ്, വാലീസ്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പിക്ചർ സഹിതം കാണിച്ചതെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളെന്നും. അതുപോലെ ആദ്യത്തെ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്തിനെ പറ്റിയായിരുന്നു ഓർമ്മയുണ്ടോ? ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് നമ്മൾ ഹിമാലയൻ മൗണ്ടൻസ് ഫോം ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പ്ലെയിനുകൾ എങ്ങനെ ഉണ്ടായി, എന്താണ് ഈ പ്ലെയിൻ എന്ന് വെച്ചാൽ, നമുക്ക് ആകാശത്തൂടെ പറക്കുന്ന പ്ലെയിൻ അറിയാം, പക്ഷെ അതല്ല ഇതെന്ന് പറയുന്നത് സമതലങ്ങളാണ്. എന്താണ് ഈ സമതലങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ പ്ലെയിൻ എന്നുള്ളത് നമുക്ക് പഠിച്ചു തന്നെ മനസ്സിലാക്കാം. സോ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മാപ്പിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, എന്താണ് പറയുന്നത്, ദ ഫിസിക്കൽ ഡിവിഷൻ കണ്ടോ. ഒബ്സർവ് ദ മാപ്പ് ഫിഗർ 2.1 ഗിവൺ ബിലോ. അതിനകത്ത് പറയുന്നത് എന്താണ്, ദ ഫിസിക്കൽ ഡിവിഷൻ ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദ നോർത്തേൺ മൗണ്ടൻസ്. ഇപ്പോൾ മാപ്പിൽ നോക്കിയാൽ നോർത്തേൺ മൗണ്ടൻസിൻ്റെ സൗത്തിൽ കിടക്കുന്ന ഒരു സ്ഥലവും, അതുപോലെ ആൻഡ് ടു ദ നോർത്ത് ഓഫ് പെനിൻസുലാർ പ്ലേറ്റ്യൂ അല്ലേ, പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ നോർത്തിലും അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന, നമുക്കറിയാം ഒരു യെല്ലോ കളറിൽ കിടക്കുന്ന അത്രയും പ്രദേശങ്ങളെയാണ് മൊത്തത്തിൽ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡോ ഗാങ്ങറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് വിളിക്കും. സോ ഈ ഒരു സ്ഥലം എങ്ങനെയാണ് ഉണ്ടായത്, അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടായെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എന്താണ് ജിയോമോർഫിക് ഏജൻസുകളെന്നും എന്താണ് ജിയോമോർഫിക് പ്രോസസ്സ് എന്നുമാണ് ആദ്യം പഠിക്കേണ്ടത്. സോ ഇൻഡോ ഗാങ്ങറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഓർത്ത് വയ്ക്കുക. അതെന്താണ്, ഒരു എക്സ്റ്റെൻസീവ് അലൂവിയൽ പ്ലെയിനാണ്. നമ്മൾ അലൂവിയൽ സോയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അലൂവിയൽ ഡെപ്പോസിറ്റുകൾ, അതായത് റിവേഴ്സിൽ കൂടെയൊക്കെ ഒഴുകി വരുന്ന അലൂവിയൽ മണ്ണൊക്കെ അടങ്ങിയ ഒരു സ്ഥലമാണ് ഇൻഡോ ഗാങ്ങറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് ഇവിടെ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളെല്ലാം ഇതിനകത്തൊരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. എന്താണ് നമുക്ക് ജിയോമോർഫിക് ഏജൻറ്റ്സ് എന്തെന്ന് നോക്കിയോ. സോ ഡൈവേഴ്സ് ലാൻഡ് ഫോംസ് ആർ ഫോംഡ് ഓൺ ദ എർത്ത് ത്രൂ ദ കണ്ടിന്യൂസ് പ്രോസസ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് സച്ച് ആസ് റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്ലേസിയേഴ്സ് ആൻഡ് വേവ്സ്. ദീസ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ കോൾഡ് ജിയോമോർഫിക് ഏജൻറ്റ്സ്. അതായത് ഡൈവേഴ്സ് അല്ലെ, വൈവിധ്യമായ ഭൂതലങ്ങൾ അല്ലെങ്കിൽ ഭൂമി, പല ടൈപ്പ് ഓഫ് ഭൂമികൾ നമ്മളിവിടെ ഉണ്ടാകുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസുകൾ ഉണ്ടാകുന്നുണ്ട് എർത്തിൽ. ഇതുണ്ടാവാനായിട്ട് സഹായിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ്, കാര്യം ഇത് മനുഷ്യരൊന്നും ഇട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല. എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മളെ ഈ ഒഴുകുന്ന വെള്ളം അല്ലേ, പിന്നെ കാറ്റ്, പിന്നെ ഗ്ലേസിയേഴ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലേ, ഗ്ലേസിയേഴ്സ്, അതുപോലെ വേവ്സ് തുടങ്ങിയ എക്സ്റ്റേണൽ ആയിട്ടുള്ള ശക്തികൾ കാരണം ഉണ്ടാവുന്ന കുറേ ലാൻഡ് ഫോമുകൾ. ആ ലാൻഡ് ഫോമുകളെല്ലാം ഉണ്ടാവുന്നത് ഏത് കാരണമാണ്, ഈ എക്സ്റ്റേണൽ ഫോഴ്സുകൾ കാരണമാണ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് ആയ റണ്ണിങ് വാട്ടറിനെയും വിൻഡിനെയും ഗ്ലേസിയേഴ്സിനെയും വേവ്സിനെയൊക്കെയാണ് നമ്മൾ ജിയോമോർഫിക് ഏജൻറ്റുകളെന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ജിയോമോർഫിക് പ്രോസസ്സ്? The process that lead in the formation of landforms are called geomorphic processes. അപ്പോൾ ഈ ലാൻഡ് ഫോമുകൾ ഉണ്ടാവാനായിട്ട് ഇത് പെട്ടെന്നല്ല ഉണ്ടാകുന്നത്, ഇതൊരു വലിയൊരു പ്രോസസ്സാണ്, കുറേ നാളുകളെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ജിയോമോർഫിക് പ്രോസസ്സ്. ഇനി നമ്മൾ അതിൽ കൂടെ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഡെപ്പോസിറ്റുകളെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം അടിഞ്ഞുകൂടി കിടക്കുന്നതിനെയാണ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് എല്ലാം കൂടെ അടിഞ്ഞു വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ദ സെഡിമെൻറ്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ബൈ വേരിയസ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്സസ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദീസ് ജിയോമോർഫിക് ഏജൻറ്റ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സിമ്പിളാണ് കാര്യം, വേറൊന്നുമല്ല. നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഈ റോക്കുകൾ എന്താണ്, ഈ റോക്കുകൾ ഡിസിൻറ്റഗ്രേറ്റ് ആവും. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, പൊടിഞ്ഞു തരികൾ പോലെയാവും. ഈ തരികൾ പോലെ ആവാൻ പല വഴികളുണ്ട്. ഫിസിക്കലായിട്ട് തരികളാവാം. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അതെന്താണ്, അതിൻ്റെ ഷേപ്പൊക്കെ മാറി വലിയ ഷേപ്പിൽ നിന്നും കുഞ്ഞു ഷേപ്പിലായിട്ടൊക്കെ പോവാം. പിന്നെ കെമിക്കൽ, നമ്മളിത് പഠിച്ചിട്ടുള്ളത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വെതറിങ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്താണ്, വലിയ കല്ലുകൾ കുഞ്ഞാവുന്നതിനെയാണ് വെതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 വെതറിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ പാറകളെല്ലാം കുഞ്ഞാവുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയാം, അതിൻ്റെ സൈസൊക്കെ മാറുക. കെമിക്കൽ വെതറിങ് എന്ന് പറയുമ്പം ഈ ഓക്സിജനും വെള്ളവും അതിൻ്റെ കൂടെയൊക്കെ റിയാക്ട് ചെയ്ത്, വാട്ടറൊക്കെ റിയാക്ട്
റിയാക്ട് ചെയ്ത് അതിലും എന്ത് വരും, ഈ പാറകളൊക്കെ പൊടിയാനായിട്ട് സഹായകമാവും. അതുപോലെ ബയോളജിക്കൽ വെതറിംഗ് ആയിട്ട് നമ്മുടെ ഈ മരിച്ചുപോയ പ്ലാന്റുകളുടെയും അനിമൽസിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ ഈ ബയോളജിക്കൽ വെതറിംഗ് ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ അങ്ങനെ ഇപ്പം എന്ത് പറ്റി, ഈ റോക്കുകളെല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ആയി, അതായത് കുഞ്ഞു 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 പൊടികളൊക്കെ ആയി, കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ആയി നിൽക്കുകയാണ്. ഈ തരികളായിട്ടുള്ള ഈ റോക്കുകളെ എന്ത് ചെയ്യും, ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദീസ് ജിയോമോർഫിക് ഏജൻറ്റ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു മലയുടെ മേളിൽ കിടക്കുന്ന കുറച്ചിങ്ങനെ തരിയരിയായി കിടക്കുന്ന റോക്കുകളെയൊക്കെ ഈ വെള്ളം, റണ്ണിങ് വാട്ടറും നമ്മൾ പഠിച്ചു, ജിയോമോർഫിക് ഏജൻറ്റ്സായ റണ്ണിങ് വാട്ടറോ കാറ്റോ അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സൊക്കെ ഇതിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ട് ഒഴുകി അവിടെ നിർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. കാര്യം ഇത് മലയുടെ മുകളിൽ നിന്നും ഒഴുകി 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 ഇതെവിടെ വരും, ദീസ് മെറ്റീരിയൽസ് ആർ ഡെപ്പോസിറ്റ് കൺവീനിയൻ്റ്ലി ഇൻ ലോ ലൈയിങ് റീജിയൻസ്. അപ്പം മലയിൽ ഉയർന്ന പ്രദേശത്തിലുള്ള ഈ ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റോക്കുകൾ, തരിതരിയായിട്ടുള്ള റോക്കുകളെയൊക്കെ എടുത്തുകൊണ്ട് ആരെടുത്തുകൊണ്ട് വരും, ഈ ജിയോമോർഫിക് ഏജൻറ്റ്സ് എടുത്തുകൊണ്ട് വന്ന് കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൊണ്ടങ്ങ് ഇടുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്, അവിടെ ഒരു ലാൻഡ് ഫോം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മണ്ണുകൾ ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാറകളെല്ലാം അടുങ്ങി 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 അവിടെ ഒരു എന്തായി മാറുകയാണ്, ഒരു ഏരിയ ആയിട്ട് മൊത്തമായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ അലൂവിയൽ പ്ലെയിൻസ് ഒക്കെ ഫോം ആവുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കണ്ടാണ് എന്താണ്, ഈ റോക്കുകളെയൊക്കെ എന്ത് ചെയ്യുന്നു, റോക്കുകളെയൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന പൊടിയായിട്ട് ആയ റോക്കുകളെ കൊണ്ടുവരാൻ സഹായിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സസായ വാട്ടറും വിൻഡും ഗ്ലേസിയേഴ്സും വേവ്സും തുടങ്ങിയതിനെയൊക്കെയാണ് ജിയോമോർഫിക് ഏജൻ്റ് എന്ന് പറയുന്നു. ഈ ഒരു ലാൻഡ് ഫോർമേഷൻ നടക്കുന്ന, അല്ലെ ലാൻഡ് രൂപപ്പെട്ട് വരാൻ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിയോമോർഫിക് ഏജൻറ്റുകളുടെ സഹായത്താൽ ഈ പൊട്ടിയ അല്ലെങ്കിൽ കുഞ്ഞു തരികളായി കിടക്കുന്ന ഈ റോക്കുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അത് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്, കുറച്ചുകൂടെ ലോ ലൈയിങ് റീജിയൻസ്, താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണ്, ഹൗ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അല്ലെ എങ്ങനെ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ടായി, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. റിവിലെറ്റ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഫോം റിൽസ്. അപ്പം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, കുഞ്ഞു നദികൾ, അതായത് വലിയ നദിയല്ല, കുഞ്ഞു കുഞ്ഞു നദികളായിട്ട് റിവിലെറ്റ്സിനെ കാണുക. ഇങ്ങനെ കുഞ്ഞു 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 നദികൾ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഉത്ഭവം, ഹൈ ആൽറ്റിറ്റ്യൂഡ്സ്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഈ കുഞ്ഞു കുഞ്ഞു നദികൾ ഒഴുകി ഒഴുകി അതെന്തായി മാറും, റിൽസുകളായി മാറും. റിൽസ് എന്ന് പറയുമ്പം കുഞ്ഞു നദിയിൽ നിന്ന് കുറച്ചുകൂടെ വലിയ നദിയായി ഈ റിൽസ് ജോയിൻ ടുഗെദർ ടു ഫോം സ്ട്രീംസ്. അപ്പോൾ ഈ കുഞ്ഞു നദികളെല്ലാം കൂടെ എന്ത് ചെയ്യും, ഒഴുകി ഒഴുകി അതെന്തായി മാറും, സ്ട്രീമുകളായി മാറും. സ്ട്രീം എന്ന് വെച്ചാൽ എന്താണ്, അരുവികളായി മാറും. ഇനി ഈ അരുവികളെല്ലാം കൂടെ ചേർന്നാണ് എന്താവുന്നത്, റിവേഴ്സ് ആവുന്നത്. അതാണ് പറയുന്നത്, റിവേഴ്സ് ഡെവലപ്പ് ത്രൂ ദ മെർജിങ് ഓഫ് ന്യൂമറസ് സ്ട്രീംസ്. ഇങ്ങനെ ഒരുപാട് അരുവികളെല്ലാം കൂടെ ചേർന്നാണ് എന്തായി മാറുന്നത്, റിവേഴ്സ് ഉണ്ടാവുന്നത്, നദികളുണ്ടായി മാറുന്നത്. ഒരു വലിയ നദി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതിന് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് റിവിലെറ്റ്സ് ആദ്യം വന്നിട്ട് അതെന്ത് ചെയ്യും, റിൽസ് ആയിട്ട് മാറും. ഈ റിൽസ് എല്ലാം കൂടെ ഒരുമിച്ച് സ്ട്രീംസ് ആയിട്ട് മാറും. ഈ സ്ട്രീംസ് എല്ലാം കൂടെ ചേർന്ന് റിവേഴ്സും ആയിട്ട് മാറും. അങ്ങനെ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹൈ ആൽറ്റിറ്റ്യൂഡ്സ് transport sediments down the stream and deposit them in the low lying areas. നമ്മൾ ഓൾറെഡി പഠിച്ച ഡെപ്പോസിഷനാണ് ആ പറയുന്നത്. അതായത് ഈ റിവേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് മുകളിലുള്ള സെഡിമെൻറ്റ്സ്, അതായത് മണ്ണിൻ്റെയും അതുപോലെ തന്നെ വലിയ പാറകളുടെയൊക്കെ തരികളെയൊക്കെ ഇവരെന്ത് ചെയ്യും, ഈ നദിയുടെ കൂടെ ഇത് ഒഴുകി ഒഴുകി വന്നിട്ട് ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, ഇതിനെ കൊണ്ടിടും. ഓവർ ടൈം ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ബൈ റിവേഴ്സ് ക്രിയേറ്റ്സ് അലൂവിയൽ പ്ലെയിൻസ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നാണ് എന്തുണ്ടാവുന്നത്, ഈ അലൂവിയൽ പ്ലെയിനുകൾ, അല്ലെങ്കിൽ നമ്മളെ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നില്ല, ആ സമതലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഈ റിവേഴ്സ് ഒഴുകി വന്ന് നിൽക്കും. റിവേഴ്സിൻ്റെ കൂടെ ഈ സെഡിമെൻറ്റുകളെല്ലാം അല്ലെങ്കിൽ ഈ പാറയുടെ തരികളെല്ലാം ഒഴുകി ഒഴുകി വന്ന് ഒരു സ്ഥലം ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അലൂവിയൽ പ്ലെയിനുകളെന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്നത് വേറൊരു കാര്യവും കൂടെയുണ്ട്. നമ്മൾ ഹിമാലയ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെയും
നമ്മൾ ഈ ഹിമാലയം ഉണ്ടായതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ദ സെഡിമെൻറ്റ്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ എ വാസ്റ്റ് ഡിപ്രഷൻ അറ്റ് സൗത്ത് ഓഫ് ഹിമാലയാസ് വിച്ച് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോർമേഷൻ ഓഫ് ഹിമാലയാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും ഇതെല്ലാം കൂടെ കംപ്രസ് ചെയ്തിട്ടാണ് ഹിമാലയ ഉണ്ടായെന്നൊക്കെ നമുക്ക് പഠിച്ചു. മൗണ്ടൻ ഫോൾഡിങ്ങിനെയൊക്കെ പറ്റി പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ അവിടെ കണ്ടോ, ദ വാസ്റ്റ് ഡിപ്രഷൻ ഫോംഡ് ടു ദ സൗത്ത് ഓഫ് ഹിമാലയാസ് ആസ് എ റിസൾട്ട് ഓഫ് ഫോർമേഷൻ ഓഫ് ഹിമാലയാസ്. അപ്പോൾ ഹിമാലയ ഉണ്ടായി. അപ്പോൾ ഉണ്ടായപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? വലിയൊരു മലയാണ്. അപ്പോൾ ഈ വലിയ മലയുണ്ടായതിൻ്റെ സൈഡിൽ കൂടെ ഒരുപാട് നദികൾ ഇങ്ങനെ ഒഴുകി അവിടെ ഒരു ഡിപ്രഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഡിപ്രഷൻ എന്ന് വെച്ചാൽ നല്ല ഒരു ആഴമുള്ള ഒരു സ്ഥലം, അതിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ആഴമുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടാവുകയും, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വാസ്റ്റ് ഡിപ്രഷൻ ഫോം ടു ദ സൗത്ത് ഓഫ് ഹിമാലയാസ്. അപ്പോൾ ഇതെവിടെയാണ് ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ആഴമുള്ള ഒരു സ്ഥലം ഉണ്ടായത്? ഇത് ഹിമാലയയുടെ സൗത്തിലായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാകുന്നതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ആഴമുള്ള സ്ഥലം ഉണ്ടായതിൻ്റെ കാര്യം തന്നെ ഹിമാലയ ഫോം ആയതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ ബാക്കി ദ സെഡിമെൻറ്റ്സ് ട്രാൻസ്പോർട്ടഡ് ബൈ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ബോത്ത് ദ ഹിമാലയാസ് ആൻഡ് പെനിൻസുലാർ ഇന്ത്യ വെർ ഡെപ്പോസിറ്റഡ് ഇൻ ദിസ് എക്സ്പാൻസീവ് ഡിപ്രഷൻ വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ആഴമുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടായി, ആഴമുള്ള സ്ഥലമായി. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? ഈ റിവേഴ്സിലൂടെ സെഡിമെൻറ്റുകളെ ഇങ്ങനെ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. മേളിലുള്ള സെഡിമെൻറ്റുകളെല്ലാം താഴെ വന്ന് ഇതെന്ത് ചെയ്യും? അവിടെ ഇത് ഡെപ്പോസിറ്റ് ആവും. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൽ എന്താവും? ഇത് ഡെപ്പോസിറ്റായി അവിടെ ഈ തരികളും മണ്ണുകളും എല്ലാം കിടന്ന് അതെന്തായി മാറും? അവസാനം ഈ ഒരു പ്ലെയിനായിട്ട് അത് മാറും. അപ്പോൾ അതാണ് അവിടെ നമ്മൾ ഈ നോർത്തേൺ പ്ലെയിൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഉത്തരവും ആ ഒരു കാര്യം കൊണ്ടാണ്. സോ ദ ആവറേജ് ഡെപ്ത് ഓഫ് അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഇൻ ദിസ് പ്ലെയിൻ റേഞ്ചസ് ഫ്രം 1000 meters to 2000 meters. അപ്പോൾ ഇവിടുത്തെ അലൂവിയൽ ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു ഒരു ആഴം അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് അല്ലേ, അത് എത്രയാണ്? 1000 meter, അതായത് 1 kilometer to 2 kilometer ഇതിൻ്റെ ആഴമുള്ളത്. കാര്യം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴ്ന്ന പ്രദേശമാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ആഴം 1000 to 2000 meter എന്തെന്ന് പറയുന്നത് ഈ അലൂവിയൽ ഡെപ്പോസിറ്റുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സോ ഇത്രയും കാര്യമാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്താണെന്നാണ്. സോ നമുക്ക് സിമ്പിൾ നോട്ട്സിൽ പഠിക്കാം, അതാണ് എളുപ്പം. സോ എക്സ്റ്റെൻഡ്സ് ഓവർ 3200 kilometer ഫ്രം ദ മൗത്ത് ഓഫ് റിവർ ഇൻഡസ് ടു ദ മൗത്ത് ഓഫ് റിവർ ഗംഗ. അപ്പോൾ ഇത് എത്രയും സ്ഥലമാണുള്ളത്? ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ മൊത്തം 3200 kilometer ആണുള്ളത്. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? റിവർ ഇൻഡസിൻ്റെ മൗത്ത്, അതായത് റിവർ ഇൻഡസിൻ്റെ തുടക്കം, അതിൻ്റെ തുടക്കം മുതൽ റിവർ ഗംഗയുടെ തുടക്കം വരെയാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. ദ പ്ലെയിൻ വൈഡൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അല്ലേ. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 150 kilometer to 300 kilometer ആണ് ഇതിൻ്റെ വീതിയുള്ളത്. ദ പ്ലെയിൻ കവേഴ്സ് ആൻ ഏരിയ ഓഫ് 7 lakh square kilometers. അപ്പോൾ ഈ ഒരു സമതലം എന്ന് പറയുന്നത് മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്രോക്സിമേറ്റ്ലി എത്രയാണ് എന്തുള്ളത്? കറക്റ്റ് അല്ല, അപ്രോക്സിമേറ്റ്ലി എത്രയാണ് എന്തുള്ളത് അതിൻ്റെ ഒരു ഏരിയ കവർ ചെയ്ത് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ബോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ്? ഷിവാലിക് റേഞ്ചസ് ഇൻ ദ നോർത്ത് ആൻഡ് ഇറഗുലർ എഡ്ജസ് ഓഫ് ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ ഇൻ ദ സൗത്ത്. അപ്പം ഷിവാലിക് റേഞ്ച് നമ്മൾ പഠിച്ചല്ലോ, ആ ഷിവാലിക് റേഞ്ച് ഇതിൻ്റെ ഒരു ബോർഡറാണ്. അതുപോലെ തന്നെ പെനിൻസുലാർ പ്ലേറ്റ്യൂ ഇൻ ദ സൗത്ത്. ഈ മാപ്പിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ആ ഒരു മഞ്ഞ കളർ ഏരിയ ആണ്. ഇതിൻ്റെ മേൽഭാഗത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഷിവാലിക് റീജിയണും താഴെയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെനിൻസുലാർ പ്ലേറ്റ്യൂ ആണ്. ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിലാണ്, ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം അത് താഴ്ന്ന പ്രദേശമാണ്, അപ്പം നമുക്ക് എന്തായാലും വെള്ളം ആവശ്യത്തിനകത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. അതെന്താണ്? വളരെ ചൂടും വളരെ തണുപ്പും അങ്ങനെയൊന്നും അല്ലാത്ത ഒരു നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പോഗ്രഫിയാണ്, അതായത് പൊങ്ങിയും താഴ്ന്നും അങ്ങനെയല്ല. നമുക്കറിയാം ഇതൊരു ലോ ലൈയിങ് റീജിയൻസ് ആണ് അല്ലേ, താഴ്ന്ന പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടാണ് ആ ഒരു സ്ഥലങ്ങളുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ, വൈ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഉത്തരമായിട്ട് ഇതും പറയാം. ഇനി നമ്മൾ നോക്കുന്നത്
എങ്ങനെ ഈ 4 റീജിയൺസിനെ അല്ലെങ്കിൽ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിനിനെ ബ്രഹ്മപുത്ര പ്ലെയിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രാജസ്ഥാൻ പ്ലെയിൻ, ഒന്ന് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ഒന്ന് ഗംഗാ പ്ലെയിൻ, ഒന്ന് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം രാജസ്ഥാൻ പ്ലെയിൻ. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് താർ ഡെസേർട്ട്, അല്ലേ? താർ മരുഭൂമി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ താർ ഡെസേർട്ടാണ് മെയിനായിട്ട് ഈ രാജസ്ഥാൻ പ്ലെയിനകത്തുള്ള ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത്. വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ വെസ്റ്റേൺ മോസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഭാഗത്തെ അങ്ങേ അറ്റത്തെ ഏരിയയാണ് ഈ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം അല്ലേ, നിങ്ങൾക്ക് ആ ഒരു വെസ്റ്റ് ഭാഗം ഗുജറാത്ത് അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ രാജസ്ഥാൻ ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗമാണ് ഈ താർ ഡെസേർട്ട് ഉള്ളത്. ഇതിൽ തന്നെ 2/3 ഓഫ് താർ ഡെസേർട്ട് ഈ സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ, അല്ലേ? അപ്പം 2% സ്ഥലം എവിടെയാണ്? രാജസ്ഥാനിലാണ് ഈ താർ ഡെസേർട്ട് ഉള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ എവിടെയൊക്കെയുണ്ട്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. ഇനി ഇതിനെ നമുക്ക് 2 റീജിയണായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആക്ച്വൽ ഡെസേർട്ട് ഏരിയ കോൾഡ് മരുസ്ഥലൈ, ദ ഡെസേർട്ട് പ്രോപ്പർ എന്ന് വിളിക്കും. അപ്പോൾ അതാണ് പ്രോപ്പറായിട്ടുള്ളൊരു ഡെസേർട്ട് ഏരിയ എന്ന് പറയാം. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെമി അറിഡാണ്. സെമി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫുള്ളി ഡെസേർട്ടല്ല, ഒരു പകുതി ഡെസേർട്ടും ബാക്കി കുറച്ച് പച്ചപ്പും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണ് എന്തെന്ന് പറയുന്നത് സെമി അറിഡ് പ്ലെയിൻ അല്ലെങ്കിൽ സെമി ഡെസേർട്ട് റീജിയൺ എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേര് രാജസ്ഥാൻ ബഗർ. ഓക്കെ, ഇവിടുത്തെ മെയിനായിട്ടുള്ള ഉപ്പ് നദികൾ, സാൾട്ട് ലേക്കുകളാണ് സാമ്പാർ, ദിദ്വാന, സർഗോൾ തുടങ്ങിയത്. അപ്പോൾ ഇത്രയാണ് രാജസ്ഥാൻ പ്ലെയിൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാം പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് രാജസ്ഥാൻ പ്ലെയിൻ. അപ്പോൾ രാജസ്ഥാൻ പ്ലെയിനിൻ്റെ ഈസ്റ്റിലും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുമാണ് നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അല്ലേ? അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ വെസ്റ്റിൽ തന്നെയാണ് ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉള്ളത്. ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു യമുന റിവർ. ഇത് ഏതുവരെ പോവും? യമുന റിവർ വരെ ഇത് പോവും. ആൻഡ് എക്സ്റ്റെൻസ് ഓവർ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലും ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിന് ഉണ്ട്. ആൻഡ് അതിൻ്റെ മുഴുവനായിട്ടൊരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 1.75 lakh സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉള്ളത്. ഇനി പഞ്ചാബ് പ്ലെയിൻ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഫോം ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ക്യാരിഡ് ബൈ റിവേഴ്സ് സച്ച് ആസ് സത്ലജ്, ജേലം, ചെനബ്, രവി ആൻഡ് ബീസ്, അല്ലേ? അപ്പം നമുക്ക് ഓൾറെഡി മനസ്സിലായി ഒരു പ്ലെയിൻ ഉണ്ടാവണമെങ്കിൽ അത് റിവേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സെഡിമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ പഠിച്ച ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റോക്സ്, അതായത് തരിതരിയായിട്ടുള്ള റോക്സിനെയൊക്കെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇടുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇതും. പഞ്ചാബ് പ്ലെയിൻ ഉണ്ടായതും അങ്ങനെയാണ്. ഈ സെഡിമെൻറ്റുകളെല്ലാം റിവേഴ്സ് കൊണ്ട് ഒരു ഏരിയയിൽ അങ്ങിടും. അങ്ങനെയാണ് ഈ പഞ്ചാബ് പ്ലെയിന് ഫോം ആയത്. ഈ ഏതൊക്കെ റിവേഴ്സാണ് അതിനെ സഹായിച്ചത്? സത്ലജ്, ജേലം, ചെനബ്, രവി ആൻഡ് ബീസ്, അല്ലേ? അപ്പം 5 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നുള്ള ഒരു പേരിലും കൂടെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ദോആബ് എന്നും കൂടെ നോക്കിക്കോ. ദോആബ് ഈസ് എ ലാൻഡ് ലൈയിങ് ബിറ്റ്വീൻ 2 റിവേഴ്സ് ദാറ്റ് ജോയിൻ ടുഗെദർ ലേറ്റർ, അല്ലേ? അപ്പോൾ ദോആബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമിയാണ്, ഒരു ലാൻഡാണ്. ഈ ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? 2 നദികളുടെ ഇടയ്ക്കായിരിക്കും ഈ ഒരു ലാൻഡ് കാണപ്പെടുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദോആബ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഗംഗാ പ്ലെയിൻ. So division of the plain situated to east of Punjab Haryana plain is known as the Ganga plain. അല്ലേ? പഞ്ചാബ് ഹരിയാന പ്ലെയിനിൻ്റെ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഗംഗാ പ്ലെയിൻ കാണാം. ഈസ്റ്റിലോട്ടാണ്. ഈസ്റ്റ് നമുക്കറിയാലോ ഡയറക്ഷൻ. ഓക്കെ, ഈസ്റ്റിലോട്ട് കുറച്ചുകൂടെ വലത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഗംഗാ പ്ലെയിൻ കാണാം. ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദ ഈസ്റ്റ് ടു ദ യമുന റിവർ ഇൻ ദ വെസ്റ്റ്, അല്ലേ? അപ്പോൾ ഇത് ബംഗ്ലാദേശ് തൊട്ട് യമുന റിവർ, അല്ലേ? ബംഗ്ലാദേശിൻ്റെ ഈസ്റ്റ് തൊട്ട് യമുന റിവറിൻ്റെ വെസ്റ്റ് വരെയാണ് എന്തുള്ളത്? നമ്മുടെ ഗംഗാ പ്ലെയിൻ ഉള്ളത്. ആൻഡ് ഇത് എവിടെയൊക്കെയാണ്? ഏതൊക്കെ സ്റ്റേറ്റിൽ ഇതുണ്ട്? ഉത്തരാഖണ്ഡ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ഹരിയാനയുണ്ട്, ഡൽഹി ഉണ്ട്, അതുപോലെ പാർട്സ് ഓഫ് ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഏരിയകളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഗംഗാ പ്ലെയിന് കാണാൻ പറ്റും. ആൻഡ് കവറിങ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 3.75 സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ എത്രയാണ്? 3.75 സ്ക്വയർ കിലോമീറ്റർ. നമ്മൾ നേരത്തെ പഠിച്ച പഞ്ചാബ് ഹരിയാന എത്രയാണ്? 1.75. ഇത് 3.75. പഠിക്കാനും എളുപ്പമാണ്. Plain was formed through the depositional processes by river Ganga and its tributaries. നേരത്തെ നമ്മൾ പഞ്ചാബ് ഹരിയാന പഠിച്ചപ്പോൾ അവിടെ 5 നദികൾ ചേർന്നിട്ടാണ് എന്തുണ്ടായെന്ന് പറഞ്ഞു. ആ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉണ്ടായെങ്കിൽ ഗംഗാ പ്ലെയിൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? റിവർ ഗംഗയും റിവർ ഗംഗയുടെ എന്താണ് ട്രിബ്യൂട്ടറീസ്, അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു കുഞ്ഞു നദികളൊക്കെ കൂടെയാണ് എന്തുണ്ടാകുന്നത്? ഗംഗാ പ്ലെയിൻ ഉണ്ടാകുന്നത്.
ഇതിൻ്റെ ഒരു എലിവേഷൻ, ഇതിൻ്റെ ഒരു ഉയരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഏതാണ്ട് 200 മീറ്റർ മാത്രമേ എന്തുള്ളൂ ഇതിൻ്റെ ഒരു എലിവേഷൻ, അല്ലേ, ഉയരം, പൊക്കം അത്ര മാത്രമേ ഉള്ളൂ, 200 മീറ്റർ. അതിനേക്കാളും വലിയൊരു സ്ഥലമോ ഒന്നും അല്ല. നമ്മൾ നോർത്തേൺ മൗണ്ടൻസ് ഒക്കെ നോക്കിയപ്പോൾ എത്രയാണ്? 8 കിലോമീറ്ററൊക്കെയാണ് നമ്മുടെ ഹിമാലയനൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, വെറും 200 മീറ്റർ മാത്രമേ ഈ ഗംഗാൾ പ്ലെയിൻ്റെ ഒരു പൊക്കമൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നതിന് പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മപുത്ര വാലി എന്നറിയപ്പെടുന്നുണ്ട്, ആസാം വാലി എന്നറിയപ്പെടുന്നുണ്ട്, ആസാം പ്ലെയിൻ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ വാലി, താഴ്വാരം, അല്ലേ, താഴ്വാരം എന്ന് പറയുമ്പോൾ തന്നെ എവിടെയാണത്? മലയുടെ താഴെ, ലോ ലയിങ് റീജിയൻസ് ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഐഡിയ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ഈ റിവേഴ്സിൽ നിന്ന് ഒഴുകി ഡെപ്പോസിറ്റുകളായിട്ട് വന്ന് അടിഞ്ഞുകൂടി താഴെ കിടക്കുന്ന സ്ഥലങ്ങളെയാണ്, അല്ലെങ്കിൽ താഴ്വാരങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻ ഇങ്ങനത്തെ പേരുകളുമുണ്ട്. സ്ട്രെച്ചസ് ഫ്രം ദ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് ഓഫ് ആസാം ടു ദ വെസ്റ്റ് ഓഫ് ധൂബ്രി നിയർ ദ ബോർഡർ ഓഫ് ബംഗ്ലാദേശ്. അപ്പോൾ ഇതെവിടെയാണുള്ളത്? നമ്മുടെ ആസാമിലെ ഈസ്റ്റേൺ മോസ്റ്റ്, ആസാം തൊട്ട് ധൂബ്രി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ ഉള്ളത്. അതെവിടെയാണ്? നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയയുടെ ഒരു അങ്ങേയറ്റം എന്ന് പറയാം. ഇതിൻ്റെ മുഴുവൻ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 720 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം, വീതി 60 to 70 കിലോമീറ്റർ. ഇനി ഇറ്റ് ഈസ് ദ ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ ഒരു ഈസ്റ്റേൺ ഭാഗത്തായിട്ടാണ് ഇതെന്താ, ഒരു ഈസ്റ്റ് എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ബൗണ്ടറീസ് എവിടെയൊക്കെയാണ്? ഈസ്റ്റേൺ ഹിമാലയ ഇൻ ദ നോർത്തിലെ ഈസ്റ്റേൺ ഹിമാലയ ഇതിൻ്റെ ബൗണ്ടറിയിൽ വരും. പിന്നെ പത്കായ് നാഗ ഹിൽസ് ഇൻ ദ ഈസ്റ്റിൽ വരും, ഈസ്റ്റിൽ പത്കായ് നാഗ ഹിൽസ്, നോർത്തിൽ ഈസ്റ്റേൺ ഹിമാലയ. ഇനി സൗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാരോ ഖാസി ജൈൻതിയ ഹിൽസും മിക്കീർ ഹിൽസ് എന്ന് പറയുന്ന 2 ഹിൽസ് ഇതിൻ്റെ സൗത്തിലെ ബൗണ്ടറി ആയിട്ട് വരും. ഇനി വെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലോവർ ഗംഗ പ്ലെയിൻ ആണ്. ആ ലോവർ ഗംഗ പ്ലെയിനൊക്കെ ഏതിൻ്റെ ഭാഗമായിട്ട് വരും? നമ്മുടെ ഈ ഒരു ബ്രഹ്മപുത്രയുടെ ബൗണ്ടറി ആയിട്ട് വരും. ആൻഡ് ഇത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെ സഹായത്തോടെയാണ്? ഫോംഡ് ത്രൂ ദ ഡെപ്പോസിഷണൽ പ്രോസസ്സസ് ക്യാരീഡ് ഔട്ട് ബൈ ദ ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, അല്ലേ. നമ്മൾ നേരത്തെ ഗംഗാ പ്ലെയിൻ പഠിച്ചപ്പോൾ ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആണെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഏതാണ്? ബ്രഹ്മപുത്ര റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ആണ്. പിന്നെ നിങ്ങൾക്ക് ട്രിബ്യൂട്ടറീസും കൂടെ വേണമെങ്കിൽ എഴുതാം, ടീസ്റ്റ, മനാസ്, ലോഹിത്, ദിബാങ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ മുഴുവൻ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 56,275 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ എന്ത് വരുന്നത്? മുഴുവനായിട്ട് ഉള്ള ഒരു ഏരിയ വരുന്നത്. അടുത്തെന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? വാട്ട് ആർ അലൂവിയൽ ഫാൻസ്, അല്ലെ. എന്താണ് അലൂവിയൽ ഫാൻസ് എന്ന് നമുക്ക് നോക്കിക്കോളൂ. വെൻ റിവേഴ്സ് എൻ്റർ എ പ്ലെയിൻ ഫ്രം mountainous regions, their velocity decreases abruptly. The sediments അല്ലെങ്കിൽ alluvium carried by the rivers get deposited in the form of fans. It is known as alluvial fans. So വേറൊന്നുമല്ല, റിവേഴ്സ് എന്ത് ചെയ്യും? ഒരു പ്ലെയിനിലേക്ക് എത്തും. അതായത് എന്താണ്? മൗണ്ടേനിയസ് റീജിയൻ, മലയിൽ നിന്നാണല്ലോ നമ്മുടെ എന്തൊഴുകി വരുന്നത്? റിവേഴ്സൊക്കെ ഒഴുകി വരുന്നത്. അപ്പോൾ റിവേഴ്സ് ഒഴുകി വരുന്ന സമയത്ത്, റിവേഴ്സ് ഒഴുകി വരുന്നതിൻ്റെ കൂടെ തന്നെ ഇത് എന്തിനേയും കൂടെ കൊണ്ടുവരുമെന്ന് നമ്മൾ പഠിച്ചു. സെഡിമെൻറ്റുകൾ, അല്ലേ. നമ്മളെന്താണ് ഈ കുഞ്ഞു മൗണ്ടൻ പാറകളുടെ തരികളും കാര്യങ്ങളും എല്ലാം ഇതിനെ കൊണ്ടുവരും. ഇതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇത് താഴ്ന്ന പ്രദേശത്തോട്ട് എത്തുമ്പോൾ ഇതിൻ്റെ എന്ത് കുറയും? വെലോസിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ വേഗത കുറയും, സ്പീഡ് കുറയും. കാര്യം ഉയർന്ന പ്രദേശത്ത് നിന്ന് വെള്ളം ഒഴുക്കി വിട്ടാൽ സ്പീഡിൽ വരും. ഇത് താഴെ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും. വളരെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വേഗത കുറയുകയാണ്. റിവറിൻ്റെ വേഗത കുറഞ്ഞ സമയത്ത് ദ സെഡിമെൻറ്റ്സ് ക്യാരീഡ് ഔട്ട് ബൈ ദ റിവേഴ്സ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫാൻസ്. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ആ പിക്ചർ നോക്കി കണ്ടോ നിങ്ങൾക്ക്. അവിടെ ഈ സെഡിമെൻറ്റ്സുകളെല്ലാം ഇങ്ങനെ ഒഴുകി വന്നിട്ട് അവിടെ ഒരു വി പോലത്തെ ഒരു ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ, നമ്മളെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പെഡസ്റ്റൽ ഫാൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചുമരിൽ വയ്ക്കുന്ന ഫാൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പെഡസ്റ്റൽ കണ്ടില്ല, അതിൻ്റെ ഒരു ലീഫ് നോക്കുമ്പോൾ അതെങ്ങനെയാണ്? ഒരു റാ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു വി പോലത്തെ ഒരു ഷേപ്പിലാണ് എന്ത് ഫോം ആവുന്നത്? ഇത് ഈ ഒരു ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ ഈ സെഡിമെൻറ്റുകളെല്ലാം വന്ന് അവിടെ അടിഞ്ഞ് നിൽക്കുന്നത്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അലൂവിയൽ ഫാൻസ് എന്ന് വിളിക്കുന്നത്. സോ അതുപോലെ ഹൗ ആർ ഓക്സ്ബോ ലേക്സ് ഫോംഡ്? അപ്പോൾ എങ്ങനെയാണ് ഓക്സ്ബോ ലേക്ക് ഫോം ചെയ്യുന്നതെന്നാണ് മറ്റൊരു ചോദ്യം.
റിവേഴ്സ് ദാറ്റ് കണ്ടിന്യൂ ഫ്ലോയിങ് ത്രൂ പ്ലെയിൻസ് സ്പ്ലിറ്റ് ഇൻ ടു മെനി ചാനൽസ് അല്ലേ. അപ്പോൾ ഓക്സ്ബോ ലേക്ക് ഉണ്ടാകുന്നതിൽ ആദ്യം നമ്മൾ റിവേഴ്സ് ഇങ്ങനെ ഒഴുകി ഒരൊറ്റ രീതിയിൽ വന്നിട്ട് ഇതെന്താവും പല പല രീതിയിലേക്ക് ഇതെന്താവും സ്പ്ലിറ്റായിട്ട് പല പല വഴികളിലേക്ക് ഇതിങ്ങനെ തിരിയാൻ തുടങ്ങും. ആസ് ദ റിവേഴ്സ് വെലോസിറ്റി ഡിക്രീസസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ക്രിയേറ്റിംഗ് കർവ്സ് ഇൻ ദ റിവർ കോഴ്സ് ഇൻ എ സിനിയസ് മാനർ ആൻഡ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സ്ബോ ലേക്സ്. അപ്പോൾ ഈ റിവേഴ്സിൻ്റെ വേഗത കുറയുകയും ഈ വേഗത കുറയുന്നതിൻ്റെ ഭാഗത്തിൽ തന്നെ എന്ത് സംഭവിക്കും, ഇതിന് ഒരുമിച്ചങ്ങ് ഒഴുകി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, കുറച്ചൊന്ന് വളയാനൊക്കെ തുടങ്ങും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ക്രിയേറ്റിംഗ് കർവ്സ് അല്ലേ. അപ്പം നേരെ സ്പീഡിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ വേഗത കുറഞ്ഞപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വളഞ്ഞ് 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 വരികയാണ് ഇതിന് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളഞ്ഞുണ്ടാകുന്ന ഈ ഒരു ലേക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഓക്സ്ബോ ലേക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സൈനസ് മാനർ എന്നും പറഞ്ഞൊരു വാക്കുണ്ട്. അത് പഠിക്കാൻ വേറെ ഒന്നുമില്ല. ഈ സൈനസ് മാനർ എന്ന് വെച്ചാൽ ഹാവിങ് മെനി കർവ്സ് ഓർ ടേൺസ് ഓർ ബെൻഡ്, ഒരുപാട് വളവുകളും ടേണുകളും ബെൻഡുകളും ഉള്ളതിനെയാണ് സൈനസ് മാനർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് വാട്ട് ഈസ് റിവർ മിയാൻഡറിങ്. റിവർ മിയാൻഡറിങ് എന്ന് വെച്ചാൽ എന്താണ്, എ റിവർ ദസ് ഫ്ലോയിങ് ഇൻ എ സൈനസ് മാനർ ഈസ് കോൾഡ് റിവർ മിയാൻഡറിങ്. ഒരു റിവർ ഇങ്ങനെ വളഞ്ഞ് കർവെടുത്ത് വളഞ്ഞാണ് പോകുന്നതെങ്കിൽ ഇതിനെ പറയുന്നതാണ് എന്തെന്ന്, റിവർ മിയാൻഡറിങ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. സോ ഇതിൻ്റെ നോട്ട് ഞാൻ താഴെ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് പഠിച്ചോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ തരാം ഒന്നുകൂടെ വ്യക്തമായിട്ട്. ഓക്കെ, ഞാനിത് ഇത്തിരി സ്പീഡിലാണ് പഠിപ്പിച്ച കാര്യം. ഓൾറെഡി നമ്മൾ ഇത്തിരി ലേറ്റായിപ്പോയി, എനിക്ക് വയ്യാതെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത്. സോ നമുക്ക് എന്തായാലും ഇനി റെഗുലറായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. സോ നല്ലതായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ.